ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഞങ്ങളാരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ? പരസ്യമായി പറഞ്ഞതല്ലേ. ആർക്കാണ് RSS ബന്ധം? മലയാള മനോരമക്ക് മറവി വന്നോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ? ഇവർ ചെയ്തത് RSSന്റെ ശാഖക്ക് സംരക്ഷണം നൽകൽ. മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം. പി പരമേശ്വരൻ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം. മലയാള മനോരമ അന്വേഷിക്കണം. കോൺഗ്രസും RSSും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? മലയാള മനോരമക്ക് അറിയില്ലേ അത്? നിങ്ങൾ വലിയ മാധ്യമല്ലേ, അറിയണ്ടേ? എന്തേ നിങ്ങൾ അത് മറച്ചു വെക്കുന്നത്? RSS ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ UPയിലെ കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത്? മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം. വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ്. അവരാണല്ലോ ഇത് വലിയ കുട്ടിഘോഷിക്കാൻ പുറപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം 1993 പ്രതിഷേധ സൂചകമായി രാജിയല്ല ജോലിയിൽ നിന്ന് VRS എടുത്തു. അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ. ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. മലയാള മനോരമയുടെ കയ്യിലുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ, ഒന്ന് വാങ്ങണം, വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലെമ, an acid test for India's constitution. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം എഴുതുകയാണ്, രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആ പുസ്തകം എടുത്ത് നോക്കണം. മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്? ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത്? എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്ന മലയാള മനോരമക്ക് അറിയില്ലേ അത്? ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ABVPയുടെയും RSSന്റെയും നേതാവായിരുന്നു. ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമയെ?